ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൂബീസ് യൂണിക് ടേസ്റ്റ്. ഞങ്ങളാണ് കേട്ടോ റൂബിൻ ജേഡനും. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിലോട്ട് വളരെ നാളുകളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നേരെ എൻ്റെ വീട്ടിലേക്ക് പോയേക്കാം. എൻ്റെ വീട് ഛത്തീസ്ഗഡിലുള്ള ജഗദൽപൂർ എന്ന സ്ഥലത്താണ്. ഒരു കൊച്ചു കേരള ഒക്കെയാണെന്ന് പറയാം. അപ്പം അവിടെ ഞാൻ ഒത്തിരി നാളായിട്ട് ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചേക്കുമായിരുന്നു. ഇപ്പം ഞാൻ ക്രിസ്മസിൻ്റെയൊക്കെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നിങ്ങളെ അങ്ങനെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് ജഗദൽപൂരാണ്. ജഗദൽപൂർ എന്ന് പറഞ്ഞാൽ ഛത്തീസ്ഗഡാണ്. ഛത്തീസ്ഗഡിൻ്റെ ഒരു സ്ഥലം, ഒരു ഡിസ്ട്രിക്റ്റായിട്ടാണ് ബസ്തറിൻ്റെ അകത്തുള്ളതാണ് ജഗദൽപൂർ എന്ന് പറയുന്നത്. അപ്പം നേരെ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോയേക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പോരൂ. ഇതാണ് എൻ്റെ വീട്, എൻ്റെ ചെറിയ സ്വീറ്റ് ഹോം. പെയിൻറ്റിംഗ് ഒക്കെ മാറ്റി, ക്രിസ്മസ് വരുമല്ലായിരുന്നു, അതുകൊണ്ട് പെയിൻറ്റിംഗ് ഒക്കെ പോയിരുന്നു. അതുകൊണ്ട് പെയിൻറ്റിംഗ് ഒക്കെ മാറ്റി പുതിയ പെയിൻറ്റിംഗ് കളറിലാണ് വീട്. ഇതെൻ്റെ ചെറിയ ഒരു സ്മോൾ ഗാർഡൻ. ഇതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്. ഒരു ചെറിയ നല്ല എന്താ പറയുന്നത്, വലിയൊരു മാവുണ്ട് മുറ്റത്ത് തന്നെ. അവിടുന്ന് നേരെ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് തന്നെ കയറാം. ക്രിസ്മസ് ആയിക്കൊണ്ട് ഞങ്ങളിവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് ട്രീയും പുൽക്കൂടായിട്ടില്ല, ഒരു ചെറിയ പുൽക്കൂടിൻ്റെ ഐക്കോണിൽ ഒരു ചെറിയ ഇതാണ്, പുൽക്കൂട് മാതിരിയുള്ളൊരു ഇതാണ് കൊടുത്താക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ കണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് കയറാം. വീട്ടിൽ എന്തൊക്കെയുണ്ടെന്ന് കാണാം. അത്ര വലുതായിട്ടൊന്നുമില്ല, എന്നാലും എല്ലാവർക്കും വീട്ടിലോട്ട് കയറിപ്പോരും കേട്ടോ. ഇതാണ് എൻ്റെ വീടിൻ്റെ ഹോള്, ഡ്രോയിങ് റൂം എന്ന് പറയുന്നത്. ഇവിടെ എൻ്റെ ഈശോയും മാതാവും എല്ലാം ഉണ്ട്. ആദ്യം കാണിക്കുന്നത് അതാണ്. ഇത് ഞങ്ങളുടെ എൻ്റെ വീട്ടിലെ പിള്ളേർ സെറ്റാണെല്ലാം. ഇത് ഇത്രയും എൻട്രൻസിൻ്റെ ഇതാണ്, സിനറിയാണ്. ഡ്രോയിങ് റൂം. ഇവിടെ പിള്ളേരുടെയും പപ്പയുടെയും മമ്മിയുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോയും പിന്നെ നമ്മുടെ ചെറിയ ചെറിയ ടെഡി ബിയറുകളൊക്കെ ഉള്ള, അതുകൊണ്ട് ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഹോള് കഴിഞ്ഞ് വരുന്നതാണ്. ഇത് ഞങ്ങളുടെ മമ്മിയാണ്. മമ്മി മരിച്ചുപോയി. കൊറോണയിലാണ് പോയത്. ഇത് ഞങ്ങളുടെ ഡൈനിങ് റൂമാണ്. കഴിക്കാൻ വേണ്ടി 1-2 പേര് കഴിക്കാൻ ബാലൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അതങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. ഡ്രോയിങ് റൂമിലോട്ട്, നമ്മുടെ ഡൈനിങ് റൂമിലോട്ട് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് ഇതിലൊരു റൂമാണ്. ഇത് നമ്മുടെ എൻ്റെ കിച്ചണാണ് കാണിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ പണിയെല്ലാം, ഉച്ചക്കത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നല്ല വൃത്തിയാക്കിയിട്ടിരുന്ന സ്ഥലമാണ്, വൃത്തിയായിട്ട് വെച്ചേക്കുവാണ്. ഇതാണ് അപ്പോൾ എൻ്റെ കുക്കിംഗ് ഫീൽഡ് എന്ന് പറയുന്നത്. ഇവിടെയാണ്. ഓക്കെ, ഇത് ഒരു ചെറിയ സ്റ്റോർ പോലെ. ഏകദേശം നാട്ടിലെ മാതൃകയിലൊക്കെ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയിരുന്നത്. ഞങ്ങൾ വീടുണ്ടാക്കിയിട്ട് 10-20 വർഷം മേളിലായി. പപ്പയും മമ്മിയും നേരത്തെ അവർ സർവീസിലുണ്ടായിരുന്നപ്പോൾ തൊട്ട് നേരത്തെ ഉണ്ടാക്കിയതാണ്. ഇത് ഞങ്ങളുടെ ബാക്ക് യാർഡാണ്. ബാക്ക് യാർഡിൽ കുറച്ച് ഇങ്ങനെ കിച്ചൺ ഗാർഡൻ മാതിരിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു മാവാണ്, നല്ല മധുരമുള്ള മാങ്ങ ഉണ്ടാവുന്ന മാവാണ്. ഇത് ഞങ്ങളുടെ കിച്ചൺ ഗാർഡനാണ്. ഇതിൽ നമ്മുടെ കോവയ്ക്കായാണ് കയറി കിടക്കുന്നത്. ഇത് കുറ്റിമുല്ല, അത് വെട്ടിവിട്ടേക്കുവാണ്. ഈ കളർ നല്ലതാണല്ലേ, ആഷ് കളർ, ഗ്രേ കളർ എന്ന് പറയുന്നത്. അതാണ് ഈ പ്രാവശ്യം അടിച്ചേക്കുന്നത്. അല്ലെ മൊത്തം ചെളിയായി യെല്ലോ കളറിലായിരുന്നു, അത് മൊത്തം പന്നയായിപ്പോയായിരുന്നു. ഇത് പപ്പ ഇവിടെ മൊത്തം ചെറിയ ഉള്ളി നട്ടിട്ടുണ്ട്, അതാണ് കാണിക്കുന്നത്. ഇത് ഞങ്ങളുടെ താഴത്തെ ഒരു മുറിയാണ്. ഇവിടെ ഇപ്പം ഒരാൾ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ മൊത്തം കാണിക്കുന്നില്ല.
അപ്പോൾ ഇത് ഞങ്ങളുടെ മേളിലോട്ടുള്ള സ്റ്റെപ്പ് കയറി മേളിൽ പോവുക. അവിടെയാണ് ഞങ്ങളുടെ ബെഡ്റൂം. താഴെ ജോജിയും പപ്പയുമാണ് എടുക്കുന്നത്. അപ്പം നേരെ നമുക്ക് മേളിലോട്ട് ഞങ്ങളുടെ സാമ്രാജ്യമാണ്. മേള് പന്നയായിട്ടാണ് കിടക്കുന്നൊന്നും പറഞ്ഞേക്കൊന്നും തോന്നല്ലേ. ഇത് ഇവിടുത്തെ ട്രൈബലിൻ്റെ ഒരു വർക്കാണ്, ആർട്സ് വർക്കാണ് കാണിച്ചേക്കുന്നത്. ജഡൻ്റെ കീബോർഡാണ് ഇരിക്കുന്നത്. ജഡൻ കീബോർഡൊക്കെ വായിക്കും. ഇത് അവരുടെ സ്റ്റഡി റൂമാണ്. മേളിലും ഉണ്ടൊരു ഹോൾ, ഡ്രോയിങ് ഹോൾ മാതിരി. അതാണ് ഇത് അയൺ ചെയ്യുന്ന സൈഡ്. ഇതെൻ്റെ ബെഡ്റൂമാണ്. പന്നയായിട്ടാണ് കിടക്കുന്നത്. അപ്പം നെക്സ്റ്റ് റൂം കാണിക്കുന്നത് മോളുടെ റൂമാണ്. ഇത് മോളുടെ റൂമാണ്. ലയ, മോളുടെ പേരാണ് ലയ. പെയിൻറ്റിങ്ങിൻ്റെ കളറൊക്കെ നല്ലതാണല്ലോ അല്ലേ. ഈ പ്രാവശ്യം ഞങ്ങൾ വേറെ കളറാണ് ഇട്ടേക്കുന്നത്. നേരത്തെ ഒരു ബ്രൗൺ ഷെയ്ഡിലായിരുന്നു. ഇതൊരു ചെറിയ ഡാർക്ക് പർപ്പിൾ മാതിരിയൊക്കെയാണ് വന്നാക്കുന്നത്. ഇവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയാൽ നമ്മുടെ ഫ്രണ്ട് സൈഡിലെ ടെറസാണ്. അവിടെ ക്രിസ്മസ് ആയിക്കൊണ്ട് ഞാൻ ജാലറൊക്കെ ഇടിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് തൂങ്ങി കിടക്കുന്നതൊക്കെ. ഇത് നമ്മുടെ മഞ്ഞ ജമന്തിയാണ് നിൽക്കുന്നത്. റോസും ഒക്കെയാണ്. മുമ്പിലും കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. പെയിൻ്റ് അടി കാരണം അവിടുന്ന് ഇവിടുന്നൊക്കെ മാറിയിരിക്കുവാണ്. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനുള്ളതാണ്. കണ്ടല്ലോ, ഇത് ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ചെടിയൊക്കെ ഒത്തിരി മേളിലത്തെ ചെടിയൊക്കെ പന്നയായിപ്പോയി. ഭയങ്കര ഉണക്കെല്ലാം സമ്മറിൻ്റെ സമയത്ത് ഉണങ്ങിപ്പോയായിരുന്നു. ഇനിയും ചെറുതായിട്ട് വരണം. ഇത് നമ്മുടെ താഴത്തെ വ്യൂ ആണ് ഗാർഡൻ്റെ. ഇത് ചെറിയ ലോട്ടസ് പോണ്ടാണ്. ലോട്ടസ് ഇപ്പം അതിങ്ങനെ ഡോർമെറ്ററി പീരീഡ് ആണല്ലോ, അതുകൊണ്ട് ഇല്ല. ഇനി അതിനെ റിപ്പോർട്ട് ചെയ്തൊക്കെ കൊടുക്കണം. പണിയുണ്ട് എനിക്ക്. ഞാൻ ഗാർഡൻ്റെ അകത്ത് മൊത്തം സോളാർ ലൈറ്റും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രി ആകുമ്പോഴത്തേക്കും നല്ല സോളാർ ലൈറ്റിൽ ഇങ്ങനെ നല്ല തെളിഞ്ഞ് നിൽക്കും സോളാർ ലൈറ്റുകളെല്ലാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. ഒത്തിരി നാളും കൊണ്ട് ഞാൻ ഈ ഹോം ടൂർ ചെയ്യണമെന്ന് വിചാരിച്ചാൽ എന്നോട് ഒത്തിരി 2-3 പേര് ചോദിച്ചായിരുന്നു, ഹോം ടൂർ ചെയ്യാത്ത എന്തോ വേറെ സ്ഥലമല്ലയോ കാണിക്കാത്തില്ലയോ എന്നൊക്കെ ചോദിച്ച്. അപ്പം അവർക്കെല്ലാം വേണ്ടിയാണ് എൻ്റെ ഈ വീഡിയോ. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. കുക്കിംഗ് ചാനൽ ഉണ്ട്. കുക്കിംഗ് ചാനലും പിന്നെ ഷോർട്സും ഒക്കെയാണ് ഇടുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതെൻ്റെ ബാക്ക് സൈഡിലെ കിച്ചൺ ഗാർഡൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്നാലും ശരി. ഓക്കെ, ബൈ, ടേക്ക് കെയർ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഇനി ഇതെല്ലാം സെറ്റ് ചെയ്യാനുള്ളതാണ്. ബൈ, പിന്നെ കാണാം.